ഫാഷൻ സെൻസിന്റെ കാര്യത്തിലും വളരെയധികം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് മോഡലിംഗും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫാഷൻ ഐക്കണായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഫാഷൻ ഐക്കണായിട്ട് എനിക്ക് സോനം കപൂറിൻ്റെ ഡ്രസ്സിങ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഈ ഡിസൈനേഴ്സിൽ സബ്യസാച്ചി അതുപോലുള്ള എല്ലാ തരുൺ തൈലാനി ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. മലയാളത്തിലും നന്നായിട്ട് റിമ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആളാണ്. സാനി അയ്യപ്പൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും. രസമാണ്. ഇവരെയൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ അപ്ഡേറ്റ്സ് കാണാറുണ്ട്. ഇവരുടെയൊക്കെ പുതിയ എങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ ക്യാരി ഓവർ ചെയ്യുന്നത്, അവരുടെ സ്റ്റൈൽ ക്യാരി ഓവർ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ. അപ്പം ഈ ഒറിജിനൽസ് ചെയ്യുന്നുണ്ടല്ലോ, സ്വന്തമായിട്ടുള്ള മ്യൂസിക് പ്രൊഡക്ഷൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ ശരിക്കും ഒരു റെക്കോർഡിങ്ങിന് പോകുന്നതും അല്ലാതെ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്തും ഏറ്റവും കൂടുതൽ വെല്ലുവിളി വരുന്നത് എന്താണ്? മറ്റുള്ളവർ റെക്കോർഡിങ്ങിന് പോയിട്ടാണോ? അതെ. മറ്റുള്ളവർ റെക്കോർഡിങ്ങിന് പോയാൽ നമുക്ക് ഈസി അല്ലേ? അവരുടെ തലയിൽ ഉദിച്ചൊരു കാര്യം എനിക്ക് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റേതായ രീതിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ്. മറ്റത് ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് സകലതും നമ്മുടെ ഫ്രം ദ ട്യൂൺ, ഫ്രം ദ ലൈൻ, അത് എങ്ങനെ അവതരിപ്പിക്കണം എന്ന പോലും നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആകുമ്പോൾ. മറ്റത് സിനിമയിലാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഡയറക്ഷൻ്റെ പണി മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ പ്രോഗ്രാമിങ്ങും അതിനെ സിംഗറിനെ വിളിക്കുക, അതിൻ്റെ ട്യൂൺ ഉണ്ടാക്കുക, സിംഗറിനെ വിളിക്കുക. മറ്റേ സിനിമ ഉണ്ടാക്കേണ്ട കാര്യവും സിനിമയുടെ ക്യാമറ എങ്ങനെ ചലിപ്പിക്കേണ്ട കാര്യവും പോലും മ്യൂസിക് ഡയറക്ടറിന് ആവശ്യമില്ല. പക്ഷേ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. അത് ഫൈനൽ ഔട്ട് ഇറക്കുന്നത് വരെ അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ വീഡിയോ പ്രൊഡക്ഷനും മ്യൂസിക് പ്രൊഡക്ഷനും ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു വലിയ ജോലി തന്നെയാണ്. ഓക്കെ. ഒരു പാട്ട് പാടാം. ഏത് പാട്ടാണ് വേണ്ടേ? എനിക്കൊന്ന് ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ ചെയ്ത പാട്ട്. പ്രതിപൂവൻകോഴിയിലെ പാട്ട്. അപ്പോൾ അത് മഞ്ജു ചേച്ചി ആയിരുന്നു പാടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫൈനലി ഞാൻ ട്രാക്കായിരുന്നു പാടിയിട്ടിരുന്നത്. അപ്പോൾ ഫൈനലി ആ പടം ഇറക്കാനുള്ള സമയമായത് കാരണം ചേച്ചി പാടാത്തതാണ്. ചേച്ചി പാടിയിരുന്ന സൗണ്ടിന് സിമിലാരിറ്റി ഉണ്ടോ എന്നുള്ള കമന്റ്സും വന്നിട്ടുണ്ട്. ഏനിതന്നാ ചെയ്യാനാ പോകും വരപ്പോട്ടിതങ്ങനെ പോകട്ടിതങ്ങനെ മൂത്തോരെ ഉണ്ടെങ്കിൽ ഓരോളമുണ്ട് ഇല്ലെങ്കിൽ ഒരാളലുണ്ട് ഉള്ളതും കൊണ്ടു നമുക്കൊരു പള്ളിപ്പെരുന്നാള് കൂടാലോ ഉള്ളതും കൊണ്ടു നമുക്കൊരു പള്ളിപ്പെരുന്നാള് കൂടാലോ. ഇനി കരിയറിലെ ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ്സിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസ് കാണുമ്പോഴും ഒരുപാട് ഡോഗ്സ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഡോഗ്സിനോടുള്ള ഇത്രയും ഒരു ഇഷ്ടം? ചെറുപ്പം മുതലേ അങ്ങനെ വളരെ ഇഷ്ടമുള്ളതാണോ? സഹജീവികളോടൊരു സ്നേഹം ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഡോഗ്സ് എനിക്ക് കുഞ്ഞിലേ മുതലേ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ആദ്യത്തെ പട്ടി എന്ന് പറയുന്നത് ടെറസ് എന്നാണ് അവൻ്റെ പേര്. ഒരു പോമറേനിയൻ ആയിരുന്നു. അപ്പോൾ ഒരു സാഹചര്യത്തിൽ അവനെ കൊല്ലേണ്ടി വന്നു. അന്ന് കൊല്ലേണ്ടി വരിക എന്ന് പറയുന്നത് അത് വിവരമില്ലായ്മ കൊണ്ട് ചെയ്ത കാര്യമാണ്.